ഈ കേസുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആ ചിത്രങ്ങൾ രണ്ടേ രണ്ട് ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ചിത്രങ്ങൾക്ക് പകരം ഇന്ന് നമ്മൾ കണ്ടത് ആ ചിത്രങ്ങളിലൊന്നും കണ്ട ഒരു വ്യക്തിയല്ല. 20 വർഷക്കാലം ജയിൽ ജീവിതം അനുഭവിച്ച് ടോട്ടലി മെന്റലി ഫിസിക്കലി ഒക്കെ മാറ്റം വന്നിരിക്കുന്ന ഒരു റഹീമിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. ആ ഉമ്മയുടെ കണ്ണീര് വെറുതെ ആയില്ല. അവരുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. അവരുടെ മകൻ തിരിച്ചെത്തിയിരിക്കുന്നു. ഈ പെരുന്നാൾ ദിനത്തിൽ അവരുടെ മകൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ മലയാളികൾ ഏറെ അഭിമാനിക്കാനുള്ള കാര്യമാണ് അല്ലേ? അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് കേരളം ഒന്നടങ്കം ഒരുമിച്ച് നിന്നു അല്ലേ? അതിൽ ബോച്ചയെ പോലെയുള്ള ഒരു വ്യക്തി വലിയ ഇനീഷ്യേറ്റീവ് എടുത്ത് മുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വകയുള്ള ഡൊണേഷൻ മുമ്പിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗം വെച്ച് ജനങ്ങളോട് പറഞ്ഞു, ഇതാ ഞാൻ വെച്ചിരിക്കുന്നു, നിങ്ങളും വെക്കണം. ഇത് കേരളമാണ്. കേട്ടോ പാതി ജനം സമാഹരിച്ചു നൽകി. ജനം നൽകിയ പുണ്യം ആ മനുഷ്യൻ തിരിച്ചെത്തിയിരിക്കുന്നു അല്ലേ? ലോകത്തോട്, ഈ രാജ്യത്തോട് നമുക്ക് വിളിച്ചു പറയാനുള്ളത് ഇത് മലയാളിയാണ്. ഇവിടെ ഒരു സെക്യുലർ ഫാബ്രിക് ഉണ്ട്. ഇവിടെ ഒരു സാഹോദര്യത്തിൻ്റെ, ഒരു സാമുദായിക സാഹോദര്യത്തിൻ്റെ, ഒരു മതസൗഹാർദ്ദത്തിൻ്റെ അന്തരീക്ഷം ഈ മണ്ണിലുണ്ട്. അത് ഈ മണ്ണിൽ എന്നും നിലനിൽക്കുകയും ചെയ്യും. കാരണം ഈ മണ്ണെന്ന് പറയുന്നത് സുഹൃതങ്ങൾ ചെയ്തവരുടെ മണ്ണാ കേരളം എന്ന് പറയുന്നത്. നന്മകളുടെ പര്യായമായിട്ടുള്ള മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. ഈ നാട് എന്നും ഏത് ഘട്ടത്തിലും ഏത് പ്രതിസന്ധിയിലും എങ്ങനെയുള്ള കാലാവസ്ഥയിലും ഈ നാടിന് വേണ്ടിയിട്ട് മലയാളി ഒരുമിച്ച് നിന്നിട്ടുണ്ട് എന്നുള്ളതാ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അത് നമ്മൾ ഒരുപാട് കണ്ടതാ. ഇന്ന് നമ്മളിത് ഏറെ ചർച്ച ചെയ്യേണ്ട ദിവസമാണ്. കാരണം ഇതുപോലെ ഒരു ദിവസം, ഇതുപോലെ ഒരു ആഘോഷത്തിൻ്റെ ദിവസം, ഒരു ബലി പെരുന്നാളിൻ്റെ ദിവസം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ബലി പെരുന്നാളിനെ ലക്ഷ്യമിട്ടുകൊണ്ട് കേരളത്തിന് പുറത്ത്, രാജ്യത്തിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത്? എന്തൊക്കെ നിയമനിർമ്മാണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അവിടെ ഇതേ ബലി പെരുന്നാൾ ദിനത്തിൽ അബ്ദുൾ റഹീം തൻ്റെ വീട്ടിലേക്ക് വന്നു കയറിയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ. കേരളം ഒരുമിച്ച് നിന്നു എന്നുള്ളത്. ഇത് സൗഹാർദ്ദത്തിൻ്റെ, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ ഒക്കെ പ്രതീകമാണ് ഈ കേരളം എന്ന് പറയുന്നത്. മലയാളി എന്നും മലയാളി തന്നെയാണോ? അതുകൊണ്ടാണ് ഈ മലയാളിയുടെ കേരളത്തിൻ്റെ മണ്ണിൽ RSSന് വേരൂന്നാൻ സാധിക്കാതെ വരുന്നതും അതുകൊണ്ട് തന്നെയാണ്.